സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും തിരുപ്പിറവി സ്മരണയിൽ ഇന്ന് ക്രിസ്തുമസ്. വിണ്ണിലും മണ്ണിലും നക്ഷത്ര വിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. ദേവാലയങ്ങളിൽ തിരുപ്പിറവിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പരസ്പര സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്തുമസ്. കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും പാതിരാ കുർബാനയോടെയുമാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പരസ്പര സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. ഭരണവർഗത്തിന്റെയും ഭാരണ്യവർഗത്തിന്റെയും പീഡനങ്ങളിൽ ദുരിതമനുഭവിച്ചിരുന്ന രക്ഷകനായി അവതരിച്ച യേശുക്രിസ്തുവിന്റെ ജനനമാണ് ക്രിസ്മസ്. ഒരാഴ്ച മുൻപ് മുതൽ തന്നെ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ വിശ്വാസികൾ ആരംഭിച്ചിരുന്നു. വീടുകൾക്ക് മുന്നിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കിയും വർണ്ണ വെളിച്ചം കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീകൾ തയ്യാറാക്കിയും പുൽക്കൂടൊരുക്കിയും അവർ രക്ഷകന്റെ ജന്മദിനം വരവേൽക്കാൻ ഒരുങ്ങി. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയാണ് യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും. വിണ്ണിലും മണ്ണിലും നക്ഷത്ര വിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഭക്ഷണമൊരുക്കിയും സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസിനെ അവിസ്മരണീയമാക്കുകയാണ് വിശ്വാസി സമൂഹം. എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷന്റെ ക്രിസ്മസ് സ്നേഹാശംസകൾ.